ഹായ് ഡിയവൻസ്, വെൽക്കം ടു ടൂൾസ് അക്കാഡമി. HSA ഇംഗ്ലീഷിന്റെ സിലബസിൽ നിന്നും മൊഡ്യൂൾ 1 പോയട്രി സെക്ഷനിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇത് പോയട്രി സെക്ഷൻ ആയത് കാരണം ലിറ്റററി ഡിവൈസുകളും അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what literary device is primarily used in comparison of the lover's souls to a compass? നമുക്കറിയാം വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്ന് പറയുന്ന പോയത്തിനകത്തെ ഏറ്റവും വലിയൊരു മെറ്റഫിസിക്കൽ കൺസെപ്റ്റ് ആയിരുന്നു കോമ്പസിന്റെ ഒരു കോമ്പസ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റഫിസിക്കൽ കൺസെപ്റ്റ്. അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ലിറ്റററി ഡിവൈസ് ഏതാണ്? മെറ്റഫർ ആണ്. The repeated use of Africa at the beginning of poem serves to പോയട്രി സെക്ഷൻസിന്റെ ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും അതിനകത്ത് ഇംപ്ലൈ ചെയ്യുന്ന മെസ്സേജുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആഫ്രിക്ക എന്ന് പറയുന്ന പോയറ്റിന്റെ ബിഗിനിങ്ങിൽ ആഫ്രിക്ക എന്ന് പറയുന്ന വേർഡ് റിപ്പീറ്റ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും എന്തിനാണ്? സ്പീക്കേഴ്സിന്റെ ആ ഒരു എംഫസൈസ് ഡിറ്റാച്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഷോ ആങ്കർ ടുവേർഡ്സ് ദ കോണ്ടിനെന്റ് ആണോ? റീഇൻഫോഴ്സ് ദ സ്പീക്കേഴ്സ് ഇമോഷണൽ കണക്ഷൻ ആണോ? ഇൻഡിക്കേറ്റ് എ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? റീഇൻഫോഴ്സ് ദ സ്പീക്കേഴ്സ് ഇമോഷണൽ കണക്ഷൻ, സ്പീക്കറിന്റെ ഇമോഷണൽ കണക്ഷനുമായിട്ട് അത് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്തിന്റെ ബിഗിനിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് ആഫ്രിക്ക എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. Who is the speaker in Kamala Das poem and introduction? പോയട്രിയുടെ സ്പീക്കേഴ്സ് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്പർ ഓഫ് സ്പീക്കേഴ്സ്, ഹൂ ഇസ് ദ സ്പീക്കർ, ദ റോൾ ഓഫ് ദ സ്പീക്കർ, ഇതെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മെയിൽ ഫിഗർ, ഹിസ്റ്റോറിക്കൽ ഫിഗർ, എ ചൈൽഡ്, കമലാ ദാസ് ഹെർസെൽഫ്. കമലാ ദാസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയട്രിയുടെ സ്പീക്കർ കമലാ ദാസ് എന്ന് പറയുന്ന റൈറ്റർ തന്നെയാണ്. Kamala Das in her poem An Introduction challenges the norms of dash. ഞാൻ കമലാദാസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയം ഒരു എക്സാമ്പിൾ പോലെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മറ്റു പോയത്തിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കമലാദാസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയത്തിനകത്ത് ചലഞ്ച് ചെയ്യുന്നത് എന്തിനെയാണ്? ജെൻഡർ റോൾസ് ആണോ? എഡ്യൂക്കേഷൻ ആണോ? റിലീജിയൻ ആണോ? എക്കണോമി ആണോ? ജെൻഡർ റോൾസ് ആണ്. അതായത് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള മിക്ക പോയിന്റ്സിനകത്തും ഇങ്ങനെയുണ്ട്. ആഫ്രിക്ക ആണെങ്കിലും അബോറിജിനൽ ഓസ്ട്രേലിയ ആണെങ്കിലും ടെലിഫോൺ കോൺവെർസേഷൻ ആണെങ്കിലും ഇൻട്രൊഡക്ഷൻ, ഹോം ബെറിയൽ, എല്ലാ പോയിട്രിയിലും ഇതുപോലെ കുറച്ച് സൊസൈറ്റിയിൽ വരുന്ന നോംസും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാവണം. കമലാദാസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയിട്രിയിൽ അവർ ചലഞ്ച് ചെയ്യുന്നത് ജെൻഡർ റോൾസ് ആണ്. അടുത്തത് പോയട്രിയുടെ ലിറ്റററി ജോണർ. പോയട്രി എന്ന ആ ടൈപ്പ് ഓഫ് പോയം എലജി ആണോ? സോണറ്റ് ആണോ? ഇപ്പൊ നമുക്കറിയാം ഓണസ്റ്റ് ലൈനേഴ്സ്, സോണറ്റ് നമ്പർ 121, ഇതൊക്കെ സോണറ്റ് കാറ്റഗറിയിലേക്ക് പോകുന്നുണ്ട്. ഡ്രമാറ്റിക് മോണോലോഗ് ഉണ്ട്, മൈ ലാസ്റ്റ് ടച്ചസ്, ലിറിക് പോയംസ് ഉണ്ടാകും. അപ്പോൾ ഏത് ജോണറിൽ പറ്റിയിട്ടുള്ള ഏതൊരു പെർട്ടിക്കുലർ ജോണറിലാണ് ആ പോയട്രി ഉള്ളത്, അത് ഉറപ്പായിട്ട് നമ്മൾ നോക്കിയിട്ട് പോകേണ്ട ഒരു ഏരിയ ആണ്. നമുക്ക് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റും. The poem and introduction is a part of which literary genre? Epic poetry ആണോ? lyric poetry ആണോ? dramatic monologue ആണോ? confessional poetry ആണോ? കമലാദാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കമലാദാസ് ആസ് എ റൈറ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കൺഫെഷണൽ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയം കൺഫെഷണൽ പോയിട്രിക്ക് എക്സാമ്പിൾ കൂടിയാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റ് പോയത്തിന്റെ ഒരു ലിസ്റ്റും കൂടി പ്രിപ്പയർ ചെയ്യണം. മറ്റു പോയംസ് എല്ലാം ഏത് ടൈപ്പിൽ വരുന്നു, ഏത് ലിറ്റററി ജോണറിൽ വരുന്ന പോയംസ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് അതും കൂടി നിങ്ങൾ പഠിക്കണം. അതുപോലെ ഓരോ പോയിട്രിയിലും ഓരോ ഫ്രേസസ് ഉണ്ടാവും. ആ ഫ്രേസസ് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ദ ഫ്രേസ് പാത്ത് ഓഫ് ഗ്ലോറി ലീഡ് ബട്ട് ടു ഗ്രേവ്, ഇത് എലിജിലിറ്ററിന്റെ കൺട്രി ചർച്ച് യാർഡിലെ ഒരു ഫ്രേസ് ആണ്. എന്താ യൂസ് ചെയ്യുന്നത്? ഫെയിം ആൻഡ് സക്സസ് ആർ അൾട്ടിമേറ്റ്ലി മീനിങ്ലെസ് ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്. അല്ലെ, ഫെയിമും സക്സസ് എന്ന് പറയുന്നത് ഡെത്തിന്റെ മുമ്പിൽ അൾട്ടിമേറ്റ്ലി മീനിങ്ലെസ് ആണ്. എത്ര വലിയവനാണെങ്കിലും മരണത്തിന് മുമ്പിൽ കീഴടങ്ങിയേ മാത്രമേ രക്ഷയുള്ളൂ എന്ന ഒരു രീതിക്കാണ് ഈ ഒരു പോയിട്രിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ 21-22 പോയിന്റ്സ് ഉണ്ട് മൊഡ്യൂൾ നമ്പർ 1 അപ്പൊ അത്രയും പോയിന്റിനകത്തുള്ള ഡിഫറെന്റ് ഫ്രേസസിന്റെ മീനിങ്സ്, അത് അത്രയും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ നമ്മൾ പോയിട്രിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാനും നമ്മളത് ഹെൽപ്പ് ചെയ്യും. അടുത്ത റൈം സ്കീം.
What is the rhyme scheme of the poem? Because I could not stop for death. A B സി ബി ആണ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന എമിലി ഡിക്കൻസിന്റെ പോയത്തിന്റെ റൈം സ്കീം. ഓരോ പോയത്തിനും റൈം സ്കീം ഉണ്ട്. ചില പോയിന്റ്സ് അത് റൈം സ്കീം ഇല്ല, ഫ്രീ വേഴ്സിലുള്ളതാണ്. അങ്ങനെയുള്ളത് വിട്ടേരെ. എന്നാലും ഇത് ഫ്രീ വേഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക, അല്ലാത്തതിന്റെ റൈം സ്കീമും നോക്കി വെക്കുക. What recurring image does the speaker use to describe her father in Daddy? സിൽവിയ പ്ലാത്ത് തന്റെ ഡാഡി എന്ന് പറയുന്ന പോയത്തിനകത്ത് തന്റെ അച്ഛനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇമേജ് ഏതാണ്? സോൾജിയർ, ജൈന്റ്, നാസി, മജീഷ്യൻ. ഒരു നാസി ആയിട്ടാണ്, ഹിറ്റ്ലറിന്റെ മാതിരി ഒരു നാസി എംപയറർ ആയിട്ടാണ് തന്റെ ഫാദറെ സിൽവിയ പ്ലാത്ത് ഡാഡി എന്ന് പറയുന്ന പോയത്തിനകത്ത് ആ ഒരു ഇമേജുമായിട്ടാണ് അവർ കമ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു പോയത്തിൽ മാത്രമല്ല ഉള്ളൂ, നമ്മുടെ എല്ലാ പോയട്രിയിലും ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് സെറ്റിംഗ് ഓഫ് ദ പോയം ടവർ ബീച്ച്? ഓരോ പോയത്തിന്റെ സെറ്റിംഗ്സും ലൊക്കേഷനും സ്പീക്കറും നമ്മൾ നോക്കണം. എ ക്വൈറ്റ് ബീച്ച് അറ്റ് നൈറ്റ്. ആ പോയത്തിന്റെ ബിഗിനിങ് തന്നെ എ കാം നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോയം ബിഗിൻ ചെയ്യുന്നത് തന്നെ. പോയത്തിന്റെ ബിഗിനിങ് ലൈൻസ് ശ്രദ്ധിച്ചു വെക്കുക, ക്ലോസിംഗ് ലൈൻ ശ്രദ്ധിച്ചു വെക്കുക. അതിനൊപ്പം തന്നെ ആ പോയത്തിന്റെ സെറ്റിംഗ്സും സ്പീക്കേഴ്സും ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. Who is the speaker addressing in a prayer for my daughter? Who is the speaker addressing? Who is the speaker എന്നല്ല ക്വസ്റ്റ്യൻ. ആ സ്പീക്കർ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? വൈഫിനെയാണോ, ഡോട്ടറെയാണോ, മദറെയാണോ, ലവറെയാണോ? തന്റെ മകളെയാണ് പ്രേ ഫോർ മൈ ഡോട്ടർ എന്ന് പറയുന്ന പോയത്തിൽ സ്പീക്കർ അഡ്രസ്സ് ചെയ്യുന്നത്. What is setting of the poem ഹോം ബറിയൽ? ഒരു വീടിന് അകത്തുള്ള ഒരു മുറിയാണ് ശരിക്കും പറഞ്ഞാൽ ഹോം ബറിയൽ എന്ന് പറയുന്ന പോയത്തിന്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. The tone of the House of Thousand Doors can be best described as. House of a Thousand Doors എന്ന് പറയുന്ന പോയത്തിന്റെ ടോൺ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? നൊസ്റ്റാൾജിക് ആൻഡ് റിഫ്ലക്റ്റീവ് ടോൺ. പോയട്രിയുടെ ടോൺ, പോയട്രിയുടെ ടൈപ്പ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ ആണ്. What incident is central to the poem Knight of Scorpion? ഒരു പോയത്തിന്റെ സെൻട്രൽ തീം, സെൻട്രൽ ഇവന്റ്, സെൻട്രലി ഫോക്കസ് ചെയ്യുന്ന ഇൻസിഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നൈറ്റ് ഓഫ് സ്കോർപ്പിയൻ എന്ന് പറയുന്ന പോയത്തിന്റെ സെൻട്രൽ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു സ്കോർപ്പിയന്റെ സ്റ്റിംഗ് ആണ്. ഒരു സ്കോർപ്പിയൻ കുത്തുന്ന തന്റെ അമ്മ കേൾക്കുന്ന സ്കോർപ്പിയന്റെ കടിയാണ് അതിനകത്ത് തീമായിട്ട് വരുന്നത്. ആൻഡ് ഹു ഇസ് ദ വിക്ടിം ഓഫ് ദി സ്കോർപ്പിയൻ സ്റ്റിംഗ് ഇൻ ദ പോയം? സ്പീക്കേഴ്സ് മദർ. സ്പീക്കർ അഡ്രസ് ചെയ്യുന്നത് പർട്ടിക്കുലർ ഇൻസിഡൻസ്, ആ ഇൻസിഡൻസിന്റെ റിഫ്ലക്ഷൻ ആരിൽ വരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പോയട്രി നമ്മൾ ഈ ടൈപ്പിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ പോയട്രിയുടെ ഏറ്റവും ഡീറ്റെയിൽഡ് സ്റ്റഡിയായിരിക്കും നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഓരോ സെക്ഷൻസും കൈകാര്യം ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ നമ്പർ ഓഫ് സ്റ്റാൻസേഴ്സ്, നമ്പർ ഓഫ് ലൈൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസും കൂടിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മൊഡ്യൂൾ 1 ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പോയട്രിയുടെ ഏറ്റവും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനും സാധിക്കും. താങ്ക് യു സോ മച്ച്.